Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും നമ്മൾ വിപണിയിലോട്ട് വരുമ്പോൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യെ സംബന്ധിച്ച് 26,000 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ മണിക്കൂറിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,409 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഏതായാലും നമ്മൾ വിപണിയിൽ മറ്റു കാര്യങ്ങളിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, യുബയുടെ ആ ഒരു താഴ്ച ഇപ്പോൾ തുടരുന്നൊരു സ്ഥിതിയുണ്ട്. മാത്രമല്ല FISൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് ആണ് നമുക്ക് വിപണിയിൽ ഇന്നലെയൊക്കെ കാണാൻ സാധിച്ചത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോൾ ഇന്നത്തെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനും, അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇന്ത്യയുമായിട്ടുള്ള ചർച്ച ഇന്ന് തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങളുടെയൊക്കെ ഒരു ഭാഗമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പല കരാറുകളിലും തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് വിപണിയിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ആഴ്ചയിലോട്ട് വരുമ്പോൾ നാളെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം കൂടിയാണ്. റിസർവ് ബാങ്കിൻ്റെ പണനയ തീരുമാനങ്ങൾ ഏതായാലും വരുന്നൊരു ദിവസമായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റ് മാർക്കറ്റിലോട്ടൊക്കെ പോകുമ്പോൾ US മാർക്കറ്റിലെ ഇന്നലത്തെ ഒരു ഗ്ലോബൽ ക്യൂസ് എടുക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഡൗ ജോൺസ് 0.86% നേട്ടം, S&P 500 0.3% നേട്ടം, നാസ്ഡാക്കിൽ 0.17% നേട്ടം എന്നിങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. US പ്രധാന ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഏതായാലും ഒരു പ്രൈവറ്റ് സെക്ടർ മേഖലയിലൊരു തൊഴിലുകൾ, അതായത് 32,000-ലധികം തൊഴിലുകൾ കുറച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഇനി വരാൻ പോകുന്ന പലിശ നിരക്കിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നൊക്കെ വിപണി ഇപ്പോൾ ഉറ്റുനോക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂരജ് സാർ, ഏതായാലും ഒട്ടനവധി വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. നാളെ മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഇന്നാണെങ്കിൽ പുടിനുമായിട്ടുള്ള ചർച്ച ആരംഭിക്കുന്നു. മാത്രമല്ല USൻ്റെ ഫെഡ് റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ആഴ്ച എത്തും. അങ്ങനെ ഒത്തിരി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് നാളത്തെ ഒരു RBI മോണിറ്ററി പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? വിഷ്ണു, ഞാൻ RBI മോണിറ്ററി പോളിസിയെക്കാട്ടിലും ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ വരാൻ പോകുന്ന 2 ദിവസം, അതായത് ഇന്ന് 4-ാം തീയതി തേഴ്സ്ഡേ ആ വ്യാഴാഴ്ചയും 5-ാം തീയതി വെള്ളിയാഴ്ചയും ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതായിരിക്കും ഞാൻ വ്യക്തിപരമായിട്ട് ഉറ്റുനോക്കുന്ന കാര്യം. ഓഫ് കോഴ്സ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് GDP ഫിഗേഴ്സിനെ കുറിച്ചുള്ള തർക്കം, അല്ലെങ്കിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഏതാണ്ട് 90ക്ക് മുകളിൽ പോയത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരാൻ പോകുന്ന RBIയുടെ മോണിറ്ററി പോളിസിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവുമോ പോസ് ഉണ്ടാവുമോ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം നോൺ ഫാക്ട്സ് ആണ്. മാർക്കറ്റിന് അറിയാം, എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനും അത് ഒറ്റുനോക്കുന്നത് തന്നെയാണ്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഈവൻ ദെൻ ഞാൻ അതിനകത്ത് കൂടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്നത്തെ വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ വിസിറ്റാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇൻഡോ റഷ്യൻ സമ്മിറ്റ് എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ യുക്രൈൻ റഷ്യ വാർ ഫെബ്രുവരി 2022 തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ FY25 ഞാനിപ്പോൾ ഒരു ഫിഗർ എടുക്കുമായിരുന്നു. അതായത് ഞാനൊന്ന് ആലോചിക്കായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള, തീർച്ചയായിട്ടും ഈ ഒഫീഷ്യലായിട്ട് നമ്മൾ പുറത്ത് കാണുന്ന സമ്മിറ്റൊക്കെ ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമുക്ക് മനസ്സിലാവുന്നത് റഷ്യൻ പ്രസിഡന്റ് വരുന്നതിൻ്റെ കൂടെ തന്നെ റഷ്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ഒരു ബാറ്ററി ഓഫ് ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, ബിസിനസ്മെൻ ഉണ്ട്. അതായത് ഇതിൻ്റെ പുറകിൽ ട്രേഡ് ഡീലുകളെ കുറിച്ചുള്ള സംസാരവും ഒരുപാട് MOU സൈനിങ്ങും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുകൂടാതെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ ഒരു ക്ലോസ് ഡോർ ചർച്ചയും കൂടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 2 ദിവസം കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊന്ന് നോക്കാൻ നേരത്ത് FY25 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഏതാണ്ട് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് $64 ബില്യൺ വർത്ത് ഓഫ് ഇമ്പോർട്ട്സാണ്, $64 ബില്യൺ. എന്നാൽ നമ്മൾ റഷ്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്തതോ ഏതാണ്ട് 4.8 ബില്യൺ മാത്രമേ ഉള്ളൂ. അതായത് ഈ ട്രേഡ് റഷ്യയുടെ ഫേവറാണ്. റഷ്യയ്ക്ക് ട്രേഡ് സർപ്ലസും ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റും. ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ടു ദ ട്യൂൺ ഓഫ് $59 ബില്യൺ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ ചർച്ചകൾ പോണേ? ഈ ചർച്ച മിക്കവാറും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നുള്ളത് വളരെ നന്നായിട്ട് വ്ളാഡിമിർ പുടിൻ അറിയാം. അതായത് വി ആർ ഫേസിങ് എ ലോട്ട് ഓഫ് ചലഞ്ച് ഫ്രം ദ US ആസ് വെൽ ആസ് യൂറോപ്പ് അല്ലെങ്കിൽ അതർ ഗ്ലോബൽ നേഷൻസ് ബിക്കോസ് വി ആർ ബൈയിങ് റഷ്യൻ ക്രൂഡ് ഓയിൽ എന്നുള്ള കാരണത്താൽ തന്നെ എനിക്ക് തോന്നുന്നു പുടിൻ വരുന്നതിന് മുമ്പ് തന്നെ പുടിനും പുടിൻ്റെ അഡ്മിനിസ്ട്രേഷനും വരുന്ന സംസാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ട്രേഡ് ഇംബാലൻസ് ഒന്ന് കുറയ്ക്കണം.
അതിനെന്ത് ചെയ്യണം? റഷ്യ കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ഇൻറ്റൻഷൻ റഷ്യ പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ആഗ്രി പ്രോഡക്ട്സ്, എൻജിനീയറിംഗ് ഗുഡ്സ്, അങ്ങനെ പല മേഖലകളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാൻ റഷ്യ തയ്യാറാണ് എന്ന് ഇൻഡയറക്ട്ലി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ട്രേഡ് ഇംബാലൻസ് നികത്തുക എന്ന് മാത്രമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ് ഇപ്പോൾ ഉള്ള ഏതാണ്ട് $63.84 ബില്യൺ എന്നുള്ളത് ഉയർത്തി $100 ബില്യൺ ആക്കി നല്ലൊരു കോർപ്പറേഷൻ, അതായത് ട്രേഡിൻ്റെ കാര്യത്തിൽ, ഡിപ്ലോമസിയുടെ കാര്യത്തിലും നല്ലൊരു കോർപ്പറേഷൻ വേണമെന്ന് റഷ്യയും ആഗ്രഹിക്കുന്നു. ഓഫ് കോഴ്സ് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ബെനിഫിറ്റും ആണെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതിനെ ചുറ്റിപ്പറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സ്കിൽഡ് ലേബർ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ വിസ അപ്ലൈ ചെയ്ത് നമ്മൾ US-ലും UK-ലും ഒക്കെ പോകണമെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു സവിശേഷതയ്ക്ക് വേണ്ടിയിട്ട് മിക്കവാറും റഷ്യയും ഇന്ത്യൻ സ്കിൽഡ് ലേബർ, സ്കിൽഡ് ജോബ്സിന് വേണ്ടിയിട്ട് അവരുടെ വിസ റെജീമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അതായത് ഇനി ഇവിടുന്ന് നമ്മൾ US UK ഡ്രീം പോലെ തന്നെ ഒരു റഷ്യൻ ഡ്രീമിനുള്ള ചാൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ വേറെ കുറേ പോസിബിലിറ്റീസ് കാണുന്നത് വെച്ചാൽ ഒരു റിന്യൂഡ് ടോക്സ്, അതായത് വീണ്ടും ഒരു ടോക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പേയ്മെൻറ്റ് മെക്കാനിസം, അതായത് നോൺ ഡോളർ കറൻസിയിൽ നമ്മളും റഷ്യയും തമ്മിലുള്ള ട്രേഡ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഡോളർ അല്ലാതെ ഒരു നോൺ ഡോളർ കറൻസി, അതായത് ബൈപ്പാസിങ് വെസ്റ്റേൺ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു നോൺ ഡോളർ കറൻസിയിലെ സെറ്റിൽമെൻറ്റ് ചിലപ്പോൾ ഇന്ത്യയും റഷ്യയും സംസാരിച്ചേക്കാം. മേ ബി റൂബിളിലോ അല്ലെങ്കിൽ റുപ്പി ദിറത്തിലോ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകളും ചിലപ്പോൾ ഈ ഒരു ഡിസ്കഷൻസിൽ സൈഡ് ലൈൻസിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതൊരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കുള്ളൊരു മെസ്സേജും കൂടെ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നത് US-ൻ്റെ ആ ഒരു ആംഗ്രി ആറ്റിറ്റ്യൂഡാണ്, അതായത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്നാൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇത് ഒരു സമ്മിറ്റ് നടക്കുന്നതോടുകൂടി റഷ്യയുടെ നല്ല ഒരു ബാക്കിംഗ് ചൈനയ്ക്കുണ്ട്. അപ്പോൾ ഈ ചൈന, റഷ്യ, ഇന്ത്യ ഒന്നിച്ച് നിന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാവും US-ന് എന്നുള്ളൊരു മെസ്സേജും കൂടെ കൊടുക്കാനായിട്ട് ഒരു പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സമ്മിറ്റ് സഹായകരമായേക്കാം. അതായത് ഇന്ത്യ വിൽ ബി റീഅഫേമിങ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി, അതായത് നമ്മൾ ആരുടെയും അടിമയല്ല, ഞങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും പോകാനുള്ള അധികാരവും ഇൻഡിപെൻഡൻസിയും സോവറിനിറ്റിയും ഞങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ഓർത്ത് ഞങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നേഷൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കാനും ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ വില്ലിംഗ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പുട്ടപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ വിസിറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അറിയാം ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലിന് ധാരണയായിട്ടില്ല. ഒരുമാതിരി മറ്റ് എല്ലാ കൺട്രീസുമായിട്ടും ഈ പറയുന്ന പോലെ US ഒരു ഡീലിലേക്ക് എത്തി എന്നുള്ള നമുക്കറിയാം. നമുക്കൊരു ബേസ് ടാരിഫായിട്ട് എന്താണ്ട് 25% ഉണ്ട്. അതിന് മുകളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 25% വെച്ച് 50 ആക്കിയത്. ഈ അഡീഷണൽ 25 വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കാരണമാണ്. ഏറ്റവും വലിയ കൺസ്യൂമർ റഷ്യൻ ക്രൂഡിൻ്റെ ചൈനയും പിന്നെ ഇന്ത്യയും പിന്നെ ടർക്കിയൊക്കെ വളരെ താഴേക്കാണ് കിടക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കണ്ടൻഷ്യസ് ആയിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ. അതുകൂടാതെ അമേരിക്ക ഫോർഫ്രണ്ടിൽ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത് റഷ്യൻ ഓയിൽ മാത്രമല്ല, അമേരിക്കൻ പ്രോഡക്ട്സിന് ഇന്ത്യയിലോട്ടുള്ള എൻട്രി. ഏതൊക്കെയാണ്? ആഗ്രി പ്രോഡക്ട്സ്, ഫാമിംഗ് പ്രോഡക്ട്സ്, അവരുടെ സോയ, കോൺ പോലെയുള്ള സാധനങ്ങൾ, അതുമാത്രമല്ല ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, അത് ഡയറി പ്രോഡക്ട്സ്, ഇതെല്ലാം ഇന്ത്യയിലേക്ക് പെർമിറ്റ് ചെയ്യണം. ഇതും ഒരു പ്രോബ്ലമാണ് ഇന്ത്യ US ട്രേഡ് ഡീലിൽ നിന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം അവർ ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ വേൾഡ് കമ്മ്യൂണിറ്റിയുടെ മുന്നിലേക്ക് വയ്ക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യൻ കമ്പനീസ് ഈ പറയുന്ന പോലെ അവരുടെ എല്ലാ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സൊക്കെ നമ്മൾ US-ലോട്ട് മാറ്റിയിട്ട് അവിടെ US സിറ്റിസൻസിനെ എംപ്ലോയ് ചെയ്യണം. ഈ H1B വിസ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. US ടാലൻറ്റ് കൊണ്ടുവരണം, US-ലെ ആൾക്കാർക്ക് ജോബ് കൊടുക്കണം, US എക്കണോമിയെ സപ്പോർട്ട് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് വളരെ പബ്ലിക്കായിട്ട് ഇൻ്റർനാഷണൽ ഫോറത്തിന് മുമ്പിൽ US വയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഒരു പരിധി വരെ അത് കറക്റ്റുമായിരുന്നു. ബട്ട് പല സോഴ്സസും, അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്ന പല സോഴ്സസും, ഇപ്പോൾ ബിസിനസ് വേൾഡ് അങ്ങനത്തെ പല ആർട്ടിക്കിളും വരുന്നത് there is an another story behind this, ഇതിൻ്റെ പുറകിൽ മറ്റൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പല സോഴ്സസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത്
എന്തുകൊണ്ടാണ് ഇൻഡോ US ട്രേഡ് ഡീൽ ഇത്ര പെട്ടെന്ന് നടക്കാതെ പോയത് എന്നുള്ള കാര്യം. അടുത്ത കാലം നവംബർ ആയതോടുകൂടി ട്രംപ് ഒന്ന് സോഫ്റ്റ് ഉണ്ടായിരുന്നു. ട്രംപ് ഒന്ന് സോഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇന്ത്യ സബ്സ്റ്റാൻഷ്യലായിട്ട് റഷ്യൻ ഇമ്പോർട്ട്സ് കുറച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കോൾഡ് ഫ്രീസറിലേക്ക് ഈ പറയുന്ന ഡീല് പോയ പോലെ പിന്നെ അതിനെക്കുറിച്ചൊരു സംസാരം പോലുമില്ല. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുമില്ല, US-ൻ്റെ ഭാഗത്തുനിന്നുമില്ല. അതിന് കാരണമായി പല സോഴ്സസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. അതാണ് നമുക്ക് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഓപ്പണിംഗ് അവേഴ്സിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം. അതായത് അവർ പറയുന്നൊരു കാര്യം, ഇതിൻ്റെ കംപ്ലീറ്റ് ബാലൻസ് ടിൽറ്റ് ചെയ്തതും ഓപ്പറേഷൻ സിന്ദൂർ ആണെന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ഈ ഡിഫൻസ് അല്ലെങ്കിൽ അറ്റാക്ക് കേപ്പബിലിറ്റി ഭയങ്കരമായിട്ട് ലോകത്തുള്ള പല അനലിസ്റ്റുകളും ഒബ്സർവേഴ്സും അതിനെ ഉറ്റുനോക്കിയിരുന്നു. അതായത് എ കോമ്പിനേഷൻ ഓഫ് ഫ്രഞ്ചിൻ്റെ റഫായൽ സ്ക്വാഡ്രൻസ്, അതായത് ആ ഫൈറ്റർ ജെറ്റുകളും റഷ്യൻ S-400 എന്ന് പറയുന്ന ബാറ്ററീസ്, അതായത് ആ ഡിഫൻസ് സിസ്റ്റം തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് പാകിസ്ഥാൻ ഉള്ളിൽ പോയി, അതായത് നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രിക്ക് അകത്ത് പോയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതായത് വേൾഡ് അന്ന് കണ്ണ് തുറന്ന് കണ്ടത് ഇന്ത്യയുടെ കേപ്പബിലിറ്റി മാത്രമല്ല ഈ പ്രോഡക്ട്സിൻ്റെ എഫിഷ്യൻസിയാണ്. അതായത് റഫായൽ ജെറ്റ്സിൻ്റെ S-400 ബാറ്ററീസ് ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇന്ത്യൻ മിലിറ്ററിയുടെ കേപ്പബിലിറ്റിയും കൂടെ കണ്ടത് കാര്യങ്ങൾ തകിടം മറിച്ചു എന്നുള്ള രീതിയിലാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഈ റിപ്പോർട്ടിന് ചിലപ്പോൾ ഒരു ബയസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഇത് പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല എന്നുള്ള കാര്യം. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം മാത്രമല്ല, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡിഫൻസ് സ്റ്റോക്കും സെക്ടറിനും ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കിത് പറയാതിരിക്കാൻ വയ്യാന്ന്. അപ്പോൾ ഈ 2020 മുതൽ 2024 നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള മോസ്റ്റ്ലി ഉള്ള ഗ്ലോബൽ ആംസ് ഇമ്പോർട്ടിൻ്റെ 8.3% ഇന്ത്യയാണ് ചെയ്തത്. അതായത് ലാസ്റ്റ് 4-5 കൊല്ലമായിട്ട് നമ്മൾ വലിയൊരു ഈ ആംസിൻ്റെ ഇമ്പോർട്ടറാണ്. നെക്സ്റ്റ് യുക്രൈൻ. കാര്യം യുക്രൈൻ്റെ അവിടെ വാർ നടക്കുന്നത് കാരണം അവർ ഭയങ്കരമായിട്ട് പർച്ചേസ് നടത്തുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വലിയൊരു പ്ലെയർ ആയിരുന്നു കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണതിൽ എന്നുള്ളതാണ്. ഈ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ 36% റഷ്യയിൽ നിന്നുള്ള ആംസ് ആണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. രണ്ടാമത് US ആയിരുന്നു. ബട്ട് അടുത്ത കുറച്ച് കാലങ്ങളായി നമ്മൾ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന്, ഡസോൾട്ട് സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിന്ന് റഫാൽ ജെറ്റ്സ് മേടിച്ചതോടുകൂടി ഫ്രാൻസ് നമ്പർ 2 പൊസിഷൻ വന്നു, അമേരിക്ക നമ്പർ 3 പൊസിഷനിലേക്ക് മാറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ആ റഫാലിൻ്റെ പർച്ചേസോടുകൂടി ഈ ഡിഫൻസിലും ട്രേഡിലും ഇന്ത്യ ക്വയറ്റ്ലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി വൺ ഓഫ് ദ ബിഗർ പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ്, അതായത് പർച്ചേസർ ഓഫ് ആംസ് ആൻഡ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ മാറി. നമ്മൾ ആ ഒരു അനക്ഡോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ, അതായത് ന്യൂ ഡൽഹിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ലോകത്തുള്ള ഗ്ലോബൽ ഡിഫൻസ് മാനുഫാക്ചേഴ്സിൻ്റെ അസംബ്ലി ലൈൻ മാറി. അതായത് ഇന്ത്യക്ക് അനുസരിച്ച് ഉണ്ടാക്കുക, ഇന്ത്യയുടെ റിക്വയർമെൻറ്റ് എന്താണ്, ഇന്ത്യ എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യണമെന്നൊക്കെ ലോകമെമ്പാടും ഉറ്റുനോക്കിയിരുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ഫ്രാൻസിൻ്റെ റഫാൽ ജെറ്റ്സിൻ്റെ കാര്യം വന്നല്ലോ. ഇപ്പോൾ ഫ്രാൻസ് ശരിക്കും പറഞ്ഞാൽ അവർ നേവി അല്ലെങ്കിൽ മിസൈൽ സിസ്റ്റം അല്ലെങ്കിൽ എയറോസ്പേസ് കേപ്പബിലിറ്റിയിലൊക്കെ ഫ്രാൻസ് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കത് എഴുത്തള്ളാൻ പറ്റില്ല. ഫ്രാൻസിൻ്റെ ഈ കേപ്പബിലിറ്റീസും വളരെ നല്ല. ബട്ട് അവരുടെ റഫാലിൻ്റെ ബിസിനസ് വളരെ ബ്ലീഡിങ് ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏതാണ്ട് 2015 ഈജിപ്റ്റ് വന്ന് മേടിച്ചോടുകൂടിയാണ് റഫായൽ എന്ന് പറയുന്ന ആ ബിസിനസ്സിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്വാസം ഇടാൻ പറ്റിയത്. അതുവരെ ഫ്രാൻസിൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കുകയാണെങ്കിൽ റഫാൽ കാരണം ഒരുപാട് നഷ്ടം ഫ്രാൻസിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. സാർ പറയുന്നത് 2015 മുമ്പാണ് ഈ പറയുന്നത്. ഈ 2015 ഈജിപ്റ്റ് മേടിക്കുന്നത്. അതുവരെ ഈ റഫാലിൻ്റെ ആ സിസ്റ്റംസ് വേൾഡിലധികം പോപ്പുലർ അല്ല. ഈജിപ്റ്റ് മേടിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. പക്ഷേ അതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ന്യൂഡൽഹിയുടെ പർച്ചേസാണ്. ന്യൂഡൽഹി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി 36 റഫാൽ ജെറ്റ്സ് മേടിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നേവിക്ക് വേണ്ടി 26 കണ്ട് ഓർഡർ ചെയ്തു തോന്നുന്നു. ഏതായാലും നല്ലൊരു സൈസബിൾ ക്വാണ്ടിറ്റി ഇന്ത്യ റഫാൽ ജെറ്റ്സ് ഫ്രാൻസിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇത് ഓർഡർ ചെയ്തതോടുകൂടിയാണ് ഫ്രാൻസ് നമ്മുടെ ഇമ്പോർട്ട് ലിസ്റ്റിൽ റഷ്യ കഴിഞ്ഞ് രണ്ടാമതേക്ക് കയറി US മൂന്നാമത് പോയി. അതാണ് ഞാൻ പറയുന്നത്. ഈ എന്താ പറയുക, ഈ റഫാൽ ജെറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ എയർക്രാഫ്റ്റ് 36 എയർക്രാഫ്റ്റും ഇനി 26 ഓർഡർ കൊടുത്തതൊന്നും അതിനേക്കാളുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ജെറ്റ് ഇമ്പോർട്ട് ചെയ്യാന്ന് മാത്രമല്ല, ഇതിനകത്ത് അവരുണ്ടാക്കി തരുമ്പോൾ ഇന്ത്യക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റ്സ് അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ള, അതായത് കസ്റ്റമൈസ് ചെയ്ത് തന്നു. അതുമാത്രമല്ല ഈ ജെറ്റ്സിൻ്റെ മെയിൻ്റനൻസ്
റിപ്പയർ ആൻഡ് ഓവറോൾ, അതിനെ നമ്മൾ MRO കേപ്പബിലിറ്റീസ് എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ സോയിലിൽ ചെയ്യാനായി, അതായത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സാധനം ഇതിൻ്റെ സോഴ്സ് കോഡോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടി എന്നുള്ളതാണ്. ഈ ഇന്ത്യയുടെ ഈ ഡീല് കഴിഞ്ഞതോടുകൂടി റഫായലിന് കിട്ടാന്നുള്ള ബുക്കിങ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. UAE സൈൻ ചെയ്തു, ഖത്തർ സൈൻ ചെയ്തു, എനിക്കൊന്ന് UAE 80 എയർക്രാഫ്റ്റ് സൈൻ ചെയ്തു, ഇന്തോനേഷ്യ 42 എയർക്രാഫ്റ്റ് സൈൻ ചെയ്തു, പിന്നെ ഗ്രീസ്, ഖത്തർ, ക്രൊയേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ, അതായത് ഇന്ത്യ ഇത് മേടിച്ച് ഇന്ത്യക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2024 ആയപ്പോഴത്തേക്കും ഈ റഫായലിന് ഏതാണ്ട് 260 ഫ്ലൈറ്റ്സിൻ്റെ ഓർഡറായി എന്നുള്ള. 2025 ആയപ്പോഴത്തേക്കും ഇതിനേക്കാളും കൂടുതൽ കൂടി, അതായത് ഇന്ത്യയുടെ പർച്ചേസോടുകൂടി ഇത് ഭയങ്കരമായിട്ട് റഫായൽ പോപ്പുലറായി എന്നുള്ള കാര്യം. എന്താണ് ഇന്ത്യയുടെ പർച്ചേസ് തെളിയിച്ചത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറും കൂടെ കഴിഞ്ഞപ്പം റഫായലിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് ലോകം മനസ്സിലാക്കി. രണ്ടാമത് അവരവരുടെ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ കസ്റ്റമൈസ് ചെയ്തു തരുമെന്നും കൂടെ മനസ്സിലാക്കിയപ്പോൾ റഫായൽ എല്ലാവരെയും ഫസ്റ്റ് ചോയ്സായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് റഫായൽ ഇന്ത്യൻ ആർമറിയിലെ വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് മാറിയതും ലോകത്തിലെ എല്ലാവരും തന്നെ അതിനെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. നമുക്കിനി റഫായൽ മാറ്റിവെക്കാം. രണ്ടാമത്തെ ഹീറോ ഏതാണ്? S-400 എന്ന് പറയുന്ന ആ ഡിഫൻസ് സിസ്റ്റം. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു US ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഇന്ത്യ ഏതാണ്ട് 5.5 ബില്യൺ S-400 ഡിഫൻസ് സിസ്റ്റം മേടിച്ചു എന്നുള്ള. അതും ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ സിന്ധുവിൽ അതിൻ്റെ കേപ്പബിലിറ്റി ഇന്ത്യ തെളിയിച്ച് ലോകത്ത് കാണിച്ചതോടുകൂടി ഇപ്പോൾ ചൈനയും ടർക്കിയും ഒക്കെ S-400 ഓർഡർ കൊടുത്തു തുടങ്ങിയെന്നാണ്. അപ്പോൾ സോഴ്സ് പറയുന്നത് വെച്ചാൽ US ട്രേഡ് ഡീല് വാസ് എബൌട്ട് ടു ഗെറ്റ് ഡൺ, ബട്ട് എവിടെയോ വെച്ച് ഇത് കോൾഡ് സ്റ്റോറേജിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സസ് പറയുന്നത്, അതായത് ഒരു ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നത് അവിടെ വച്ച്, അതായത് ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം, അതായത് പാകിസ്ഥാനിനെ എഗെയിൻസ്റ്റ് എടുത്തേക്കുന്ന ഒരു സ്റ്റാൻഡ് കാരണം തീർച്ചയായിട്ടും ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഇന്ത്യ വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ക്രോസ് ദ ബോർഡർ ആൻഡ് ഹിറ്റ് ദ എനിമി എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തപ്പോൾ ഇന്ത്യ ഈസ് ഓൾവേസ് കോംബാറ്റ് റെഡി. അപ്പോൾ ഇന്ത്യക്ക് ഇതേപോലെയുള്ള ഫൈറ്റർ ജെറ്റ്സും ഇതേപോലെയുള്ള ഡിഫൻസ് സിസ്റ്റവും ആവശ്യമുണ്ട് എന്ന് US മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അവരുടെ, അതായത് US-ൻ്റെ F-35 5th ജനറേഷൻ സ്റ്റെൽത്ത് ജെറ്റ് ഇന്ത്യ മേടിക്കണം എന്ന് പറഞ്ഞതായിട്ടാണ് പല സോഴ്സസും പറയുന്നത്. നമ്മൾ കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നുമല്ല, ഇതൊരു സ്പെക്കുലേഷൻ ആയിട്ട് പറയുന്നതെന്നുള്ളൂ. ഞാൻ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിനെ കൂടെ ഇത് ബാധിക്കുന്നു, അത് ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്സിനെയും ഇന്ത്യൻ മാർക്കറ്റിൽ ബാധിക്കുന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ F-35 ഇന്ത്യ മേടിക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല, അതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. അതായത് അമേരിക്ക F-35 തരും, പക്ഷേ അതിൻ്റെ സോഴ്സ് കോഡ് തരില്ല, അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല. അതിനകത്ത് ഇന്ത്യൻ വെപ്പൺസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സെൻസേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും നമുക്ക് പറ്റൂല എന്നുള്ള. അതായത് നമ്മൾ എന്നും അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും കോമ്പോണൻസോ മിസൈൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെൻസേഴ്സോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളെന്നും US-ൻ്റെ ആ വാല്യൂ ചെയിൻ, ആ എക്കോ സിസ്റ്റത്തിൻ്റെ അടിമയായിരിക്കണം. അൺലൈക്ക് ഫ്രഞ്ച് റഫായൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തന്നിട്ട് എന്ത് കസ്റ്റമൈസേഷനും നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ നടക്കി ചെയ്യാം. ഇതങ്ങനെയല്ല, നമുക്ക് F-35 നമ്മൾ കമ്പൽസറി ആയിട്ട് ഇവരെ നിന്ന് മേടിക്കുകയും ചെയ്യണം. ഓരോ പ്രാവശ്യവും നമ്മൾ കൈ നീട്ടി അങ്ങോട്ട് ഇത് ചെയ്തു തരുമോ അത് ചെയ്തു തരുമോ എന്ന് നമ്മൾ പറയണം എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതായത് ഇന്ത്യ ഒരു ബാർഗെയിൻ, അതാണല്ലോ വേൾഡ് നടക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇന്ത്യ നീഡ്സ് US പെർമിഷൻ ടു കൺഫിഗർ ഇറ്റ്സ് ഓൺ വാർ. ഇന്ത്യയുടെ വാർ കൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് US-ൻ്റെ പെർമിഷനും US-ൻ്റെ അറിവ് വേണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഇന്ത്യ ആസ് ഓൾവേസ് ഡിഡിൻ വോണ്ട് ടു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡീലിനെ കോൾഡ് ഫ്രീസറിലേക്ക് കൊണ്ടുപോയെന്നാണ്. പക്ഷേ നമ്മളിത് പറയുന്നതോടുകൂടി ചിലപ്പോൾ ഇന്നോ നാളെ വേറെ എന്തെങ്കിലും ഒരു ഡീൽ വന്ന് നമുക്കിത് സൈൻ ചെയ്ത് പോയേക്കാം. ബട്ട് ഇതൊരു സോഴ്സ് ബേസ്ഡ് ഇൻഫർമേഷൻ മാത്രമാണ്, നമ്മൾ ഇതൊന്ന് പറയുന്നു എന്നുള്ളൂ. അത് കോൾഡ് സ്റ്റോറേജിൽ പോയിരിക്കുന്നു. F-35 കാര്യം ഇന്ത്യ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഈ പറയുന്ന രീതിയിൽ സോഴ്സ് കോഡും ടെക്നോളജി ട്രാൻസ്ഫറും ഇല്ലാതെ നമ്മുടെ മിസൈൽസും നമ്മുടെ സെൻസേഴ്സും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാതെ നമ്മൾ F-35 കുറിച്ച് ആലോചിക്കില്ല എന്ന് പറയുന്നു. US-ഇന്ത്യ ട്രേഡ് ഡീൽ കോൾഡ് ഫ്രീസറിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 4-ാം തീയതി വ്യാഴാഴ്ച പുടിൻ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പുടിൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോർമലായിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പ്രോഡക്ട്സ് അവർ ഇമ്പോർട്ട് ചെയ്യും, പിന്നെ നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു കറൻസിയിലേക്ക് ഒരു സെറ്റിൽമെൻറ്റ് US ഡോളേഴ്സ് അല്ലാതെ കൊണ്ടുവരും. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ പുടിൻ വരാൻ ചാൻസ് ഉള്ള കാര്യം എന്താ?
Su-57E സുക്കോയ് എയർക്രാഫ്റ്റ് ജെറ്റ് ഡീലിൻ്റെ ഒരു ഓഫറായിട്ടായിരിക്കും. എന്താണ് അത് പറയുന്നത്? ഇന്ത്യ ഇത് മേടിക്കുകയാണെങ്കിൽ ഫുൾ സോഴ്സ് കോഡ്, ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ, അതുകൂടാതെ ഇതിൻ്റെ അസംബ്ലി ചെയ്യാൻ നാഷിക്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാഷിക് ഫാക്ടറിയിൽ ഇതിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുമാത്രമല്ല ഇന്ത്യയുടെ വെപ്പൺസ് അതിനകത്ത് ഇഷ്ടം പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഓൾറെഡി ഇന്ത്യൻ ഫ്ലീറ്റിൽ സുക്കോയുടെ 30 MKI ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പറയുന്ന SU സുക്കോയ് 57E കൂടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യയുടെ സപ്ലയർമാർ, ഇപ്പം ഐക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ IPOs ഒക്കെ വരുന്നല്ലോ, ഇവരൊക്കെ ഈ എയറോസ്പേസിന് വേണ്ടിയിട്ടുള്ള സപ്ലയേഴ്സ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാം. റെയ്മണ്ടിനും അങ്ങനെ ഒരു കമ്പനിയുണ്ട്, ഭാരത് ഫോർജിനുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് ഏതാണ്ട് ഇന്ത്യ സോഴ്സിങ് 60% ഈ സുക്കോയ് എയർക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യാം. അതായത് ഇന്ത്യ വളരെ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഓഫറുമായിട്ടാണ് നമ്മുടെ വ്ളാഡിമിർ പുടിൻ എത്തുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഇതായിട്ടുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് US എല്ലാ കാര്യങ്ങളും സോഴ്സ് കോഡും ഉൾപ്പെടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ റഷ്യ എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്നുള്ള. അതായത് നമ്മളിപ്പോൾ ന്യൂഡൽഹിയുടെ കണ്ണുകളിൽ കൂടെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ജെറ്റ്സിന് ന്യൂഡൽഹിയുടെ മുകളിൽ കൂടി പറക്കാനും പറ്റുന്നില്ല. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് എയർക്രാഫ്റ്റിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് ബ്രീഫ് കേസ് ഫുൾ ഓഫ് ഡീൽസ്, ജെറ്റ്സ്, ചീപ്പർ ക്രൂഡ് എല്ലാമായിട്ടാണ് വരുന്നതെന്നുള്ള. അപ്പോൾ ഈ 2 ദിവസം എങ്ങനെയാണ് വാഷിംഗ്ടൺ വിൽ വാച്ച് ദീസ് തിങ്സ് ക്ലോസ്ലി, ന്യൂഡൽഹി വിൽ വാച്ച് ദിസ് ക്ലോസ്ലി, ക്രെംലിൻ വിൽ ഓൾസോ വാച്ച് ദിസ് ക്ലോസ്ലി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇപ്പോൾ ഈ റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ, നമുക്കറിയില്ല, ഈ റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വേണം ഇതിനെ ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ റുപ്പിയുടെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ ശ്രീ ആനന്ദ് നാഗേശ്വരൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഡൗൺ പ്ലേ ചെയ്യണം. അതായത് ഈ കറൻസിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നിങ്ങളിത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അതായത് ഐ ആം നോട്ട് ലൂസിങ് മൈ സ്ലീപ്പ് ഓവർ ഇറ്റ്. എൻ്റെ ഉറക്കം ഈ പറയുന്ന പോലെ റുപ്പിയുടെ മൂവ്മെൻറ്റ് കാരണം ഞാനത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവണേയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മാർക്കറ്റ് അനലിസ്റ്റുകൾ ഇത് ബിലീവ് ചെയ്യണമെന്ന് വെച്ചാൽ RBI വേണമെങ്കിൽ, അതായത് നമ്മുടെ ഒരു പ്രേക്ഷകൻ സോറി ഞാൻ പെട്ടെന്ന് എനിക്ക് പേര് ഓർക്കാൻ പറ്റുന്നില്ല, ഒരു പ്രേക്ഷകൻ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ എഴുതിയിരുന്നു RBIക്ക് ഇതിൽ ഇടപെടാമായിരുന്നു, RBI മനഃപൂർവ്വമാണ് ഇടപെടാത്തതെന്ന്. മേ ബി യു ആർ റൈറ്റ്. കാര്യം വെച്ചാൽ RBIക്ക് വേണമെങ്കിൽ ഇതിനൊരു ലെവൽ പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ട് അവിടെ വന്നിട്ട് RBIക്ക് ഈ ഫോളിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാമായിരുന്നു എപ്പോഴേയും പോലെ. ബട്ട് ഇപ്രാവശ്യം RBI ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. അതായത് RBI ഹാസ് ടേക്കൺ എ സൈലന്റ് സ്റ്റാൻഡ് ഓൺ ദിസ്. കാര്യം RBI പറഞ്ഞു വെച്ചാൽ ലെറ്റ് മാർക്കറ്റ് ഫോഴ്സസ് ഡിസൈഡ് ദ വാല്യൂ ഓഫ് ഇന്ത്യൻ ഫോറക്സ് ട്രേഡ്, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ എഗെയിൻസ്റ്റ് ഡോളേഴ്സ് ആയിട്ടുള്ള ഇത് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതായത് RBI ഈസ് നോട്ട് ഗോയിങ് ടു ഗാർഡ് ഇറ്റ്, RBI ഈസ് ഗോയിങ് ടു ഗ്ലൈഡ് ഇറ്റ്. അതായത് അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വലിയ ബെനിഫിറ്റ് ആയിരിക്കും. കാര്യം ഒരു ഫോറിൻ ഇമ്പോർട്ടർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റിൽ ഇന്ത്യൻ ഗുഡ്സ് കിട്ടും, നമുക്ക് നല്ല രീതിയിൽ ഇതും കിട്ടും. അതായത് ആ US ടാരിഫ് കൊണ്ടുവന്ന ഇമ്പാക്റ്റ് ഇത് കാരണം ഒന്ന് കുഷൻഡ് ആവട്ടെ എന്നുള്ളതായിരിക്കണം RBIയുടെ ആലോചന. അതുകൊണ്ടായിരിക്കും RBI ഇതിനകത്ത് ഇടപെടാത്തതെന്ന്. അതായത് IMF വരെ റീക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയുന്നത് ക്രോൾ ലൈക്ക് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് സ്റ്റഡി ഗ്രാജുവൽ ഡിപ്രിസിയേഷൻ നടക്കട്ടെ എന്ന് തന്നെയാണ് RBI അത് വിശ്വസിച്ചതെന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ 90 പോയി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇന്ത്യൻ എക്കണോമിക്ക് ഷേക്കേജ് ഒന്നും വരാൻ കാര്യമില്ല. എന്തുകൊണ്ട് ഇന്ത്യക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു, ഈ റുപ്പി സ്ലൈഡ് ചെയ്യുന്നത് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു? കാര്യം ഇന്ത്യയുടെ വലിയൊരു വാർ ചെസ്റ്റ് ഉണ്ട്, 690 ബില്യൻ്റെ ഫോറക്സ് റിസർവ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യക്ക് പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഫണ്ടമെൻറ്റൽസ് അത്ര മോശമല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രേഡ് ഡെഫിസിറ്റിൻ്റെയും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെയും ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ടെമ്പററി ആൻഡ് ട്രാൻഷ്യൻ്റ് ആണ്. ഇതൊന്നും പെർമനൻ്റ്ലി നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് RBI ഇതിനകത്ത് ഇടപെടുന്നില്ല. ചീഫ് എക്കണോമിക് അഡ്വൈസർ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇതിനകത്ത് ബോധേഡ് അല്ല. ലെറ്റ് റുപ്പി ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ് എന്നുള്ളതാണ്. അതിനാണ് നമുക്ക് മനസ്സിലാക്കുന്നുള്ളത്. നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ ഈ കാണുന്ന ഇൻഫർമേഷനിൽ നിന്നും 2 വശങ്ങളും കൂടി നമ്മൾ പറയുന്നതെന്നുള്ളൂ. പ്രേക്ഷകൻ്റെ രീതിയിൽ എടുത്തു പോകാം. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വരുന്നത് വെച്ചാൽ ഇന്ത്യ
IPO ബൂം അല്ല ശരിക്കും ഫേസ് ചെയ്യുന്നത്. ഇന്ത്യ ഈസ് ഫേസിങ് ആൻ എക്സിറ്റ് ബൂം എന്നുള്ളതാണ്. അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം കലണ്ടർ ഇയർ 2025 നോക്കണേ. അതായത് ഇപ്പോൾ IPO എന്ന് പറഞ്ഞാൽ IPO വഴി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതിന് 2 ക്യാരക്ടേഴ്സ് ഉണ്ട് IPOന്. ഒന്നെന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ആ പൈസ IPO വഴിയുള്ള പ്രൊസീഡ്സ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നു, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നു, കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷന്, കമ്പനിയുടെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കമ്പനിക്ക് പ്ലാൻഡ് അല്ലെങ്കിൽ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി, കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രഷ് ഇഷ്യൂവിൽ നിന്നുള്ള പൈസ എടുക്കുന്നത്. എന്നാൽ മറ്റൊരു മാർഗം എന്താ? ഓഫർ ഫോർ സെയിൽ, OFS അഥവാ ഓഫർ ഫോർ സെയിൽ എന്ന് വെച്ചാൽ എന്താണ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് വിറ്റുമാറുന്നു. IPO വഴി നമ്മളൊക്കെ മേടിക്കുന്നതിൻ്റെ അർത്ഥം വിറ്റ് തരുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ ആയിരിക്കാം? ഫൗണ്ടേഴ്സ് ആയിരിക്കാം, പ്രൊമോട്ടേഴ്സ് ആയിരിക്കാം, ഏർലി ഇൻവെസ്റ്റേഴ്സ് ആവാം, വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റർ ആവാം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സ് ആകാം. ഇവരൊക്കെ ആയിരിക്കാം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററൊക്കെ എക്സിറ്റ് എടുക്കുന്നതാണ് ഈ OFS എന്ന് പറയുന്നത്. നമ്മൾ 2025 മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആസ് ഓൺ ഡേറ്റ് 1,53,000 കോടിയുടെ IPO പ്രൊസീഡ്സ് IPO വഴി കമ്പനികൾ കളക്ട് ചെയ്തു. അതിൻ്റെ 63% OFS ആയിരുന്നു. ഏതാണ്ട് 37 തൊട്ട് 38% വരെ ഫ്രഷ് ഇഷ്യൂ ഉള്ളു. അതായത് ഈ 1,60,000 കോടി 53,000 കോടിയിൽ 63% ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിനും ഏർലി ഇൻവെസ്റ്റേഴ്സിനും പുറത്തു പോകാനായിരുന്നു. ഇപ്പോൾ LG ഇലക്ട്രോണിക്സിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 11,607 കോടിയാണ് റേസ് ചെയ്ത്. 100% ഓഫർ ഫോർ സെയിലാണ്. അതായത് പ്രൊമോട്ടറിന് എക്സിറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് LG ഇലക്ട്രോണിക്സ് വന്നത്. വി വർക്ക് ഇന്ത്യ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3,000 കോടി റേസ് ചെയ്തു. 100% ഓഫർ ഫോർ സെയിലാണ്. അതിൻ്റെ പ്രൊമോട്ടേഴ്സിനും ഏർലി ഇൻവെസ്റ്റേഴ്സിനും എക്സിറ്റ് കിട്ടാൻ. ICICI Prudential 10,000 കോടി റേസ് ചെയ്തു. 100% എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. അർബൻ കമ്പനി ടോട്ടൽ IPO സൈസ് 1,900 crores, അതിലെ 75% 1,428 കോടിയും ഈ പറയുന്ന പോലെ ഏർലി ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ആയിരുന്നു. ലെൻസ്കാർട്ട് IPO സൈസ് എത്രയാണ് നമുക്കറിയാലോ, 7,278. അതിൽ 70% 5,128 കോടിയും ഇവർക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് സഹായിച്ചത്. അതേപോലെ ടാറ്റ ക്യാപിറ്റൽ IPO സൈസ് എത്ര? 15,511. എത്ര ഓഫർ ഫോർ സെയിൽ? 55.87%. അതായത് നമ്മളും മ്യൂച്വൽ ഫണ്ടുകളും കൂടെ ചേർന്ന് ഇതേപോലെയുള്ള ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് കൊടുക്കാനാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് പക്ഷേ ഇതിൻ്റെ കഥ അതല്ല. ഇതിൻ്റെ കഥ അതെന്ന് വെച്ചാൽ IPO അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ബെറ്റർ റവന്യൂ കാണിക്കണം, മാർജിൻ കാണിക്കണം, പ്രോഫിറ്റ് കാണിക്കണം, നല്ല പ്രസൻറ്റേഷൻ ഉണ്ടാവണം. ഇതിനൊക്കെ വേണ്ടി കമ്പനി എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ പല കമ്പനികളും, എല്ലാ കമ്പനിയെന്നും ഞാൻ പറയുന്നില്ല, പല കമ്പനിയും അവരുടെ ബാലൻസ് ഷീറ്റിനെ ഡ്രസ്സപ്പ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് കോസ്മെറ്റിക് ആയിട്ടുള്ള മേക്കപ്പ്, അബ്സല്യൂട്ട്ലി, അത് യാതൊരു സംശയമില്ല. അതായത് IPO വരുന്നതിന് മുമ്പേ ഇപ്പോൾ ഒരു ഉദാഹരണം അർബൻ കമ്പനി എടുക്കാം. അർബൻ കമ്പനി FY24 ലോസ് ആയിരുന്നു 2024. എന്നാൽ പെട്ടെന്ന് തന്നെ 2025 ആയപ്പോഴത്തേക്കും പ്രോഫിറ്റ് 240 കോടിയായി. അത് കഴിഞ്ഞ് IPO എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ എന്താ പറയുക, ഭയങ്കര രസകരമായിട്ട് IPO പ്ലേസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ 240 കോടിയിലും 211 കോടിയും ഏതാണ്ട് 1 ടൈം ഡിഫേർഡ് ടാക്സ് ആണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏതാണ്ട് 29 കോടിയേ ഇവർക്ക് പ്രോഫിറ്റ് ഉള്ളൂ എന്നുള്ള. അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ IPOയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വാല്യൂഷൻ കിട്ടൂല. അതുകൊണ്ട് അതും കൂടെ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് വലുതായിട്ട് സംസാരിക്കുന്നുമില്ല. ടു മേക്ക് IPO അട്രാക്റ്റീവ് ദേ ആർ ഡ്രസ്സിങ് അപ്പ് ദ ബാലൻസ് ഷീറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള. അർബൻ കമ്പനി IPO വന്നത് എനിക്ക് തോന്നുന്നു അർബൻ കമ്പനി എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 25 IPO വന്നത് അല്ലേ. IPO വന്നപ്പോൾ വളരെ ഭയങ്കരമായിട്ട് IPO ചെയ്തു പോയി. കാര്യം ഇവർ കാണിക്കുന്നത് ഏതാണ്ട് 240 കോടി പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള കാണിക്കുന്നത്. ഇപ്പം മാമാഅർത്ത് IPOന് മുമ്പായിട്ട് അവർക്ക് 29 കോടിയാണ് അവർ പ്രോഫിറ്റ് കാണിച്ചത്. IPO കഴിഞ്ഞപ്പോഴത്തേക്കും 19 കോടി ലോസായി. അതായത് IPOയ്ക്ക് മുമ്പേ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നല്ല ഭംഗിയായിട്ട് കാണിക്കും. IPO വന്നു കഴിഞ്ഞ് നാട്ടുകാരുടെ തലയിൽ ഇത് വെച്ചതിന് ശേഷം ശരിക്കുമുള്ള, അതായത് നമ്മൾ ആ പറഞ്ഞ പോലെ നമ്മൾ ഡ്രസ്സ് അഴിച്ചിട്ടാണ് IPOനെ കാണുന്നത് എന്നുള്ള. ഇതൊരു വലിയൊരു എക്കോ സിസ്റ്റമാണ് ഇത് പ്ലേ ചെയ്യണം എന്നുള്ള. അതായത് വലിയൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യണം. അതായത് മീഡിയ, യൂട്യൂബ് ആയിട്ടുള്ള എക്സ്പ്ലെയിനേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഫേമസ് പേഴ്സണാലിറ്റി, പിന്നെ ഇൻസ്റ്റാ റീല്, യൂട്യൂബ് റീല്, ഇതൊക്കെ കൊണ്ടുവന്ന് ബിസിനസ് ചാനലുകൾക്കും പിങ്ക് ന്യൂസ് പേപ്പേഴ്സും ഇവർക്കൊക്കെ ഒരുപാട് റവന്യൂ കിട്ടും IPOൻ്റെ ആഡ് വഴി, കമ്പനിയുടെ ക്യാമ്പയിൻസ് വഴി, സ്പോൺസേർഡ് സെഗ്മെൻറ്റ് വഴി, ലിസ്റ്റിംഗ് ഡേ സ്റ്റുഡിയോ ഷോസ്, ഇൻ്റർവ്യൂസ് വഴി, ഇങ്ങനത്തെ ഒരു വലിയൊരു PR എക്സസൈസിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള സാധനം. പണ്ട് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരു പരിധി വരെയൊക്കെ ഈ പറയുന്ന പോലെ IPO
IPOന്റെ വാല്യുവേഷൻ ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചു. എന്നിട്ടും CCI പെർഫെക്റ്റ് ആയിട്ടല്ല. CCIയുടെ ഭാഗത്തുനിന്നും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് ഒരു പരിധി വരെ നടന്നു. പക്ഷേ CCI ഇപ്പോൾ ഉണ്ടായിരുന്നേ കാര്യം അന്ന് CCI ഉള്ള സമയത്ത് ഇതേപോലെ ഷെയർ ഹോൾഡർ ആക്ടിവിസം ഇല്ല, ഡിജിറ്റൽ ചാനൽസ് ഇല്ല, നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, നമുക്ക് തമ്മിൽ സംസാരിച്ച് ഇതിനൊരു തീരുമാനം എടുക്കാൻ, ഇൻവെസ്റ്റേഴ്സിന് ഇതിനെ അനലൈസ് ചെയ്യാൻ. അതുകൊണ്ട് CCI ചിലപ്പോൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ മിസ്റ്റേക്സ് ഇന്ന് വരൂല എന്നുള്ളതാണ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി 1991-92 ഈ പറയുന്ന പോലെ ലിബറലൈസേഷൻ്റെ പേരിൽ CCI എന്ന് പറയുന്ന ഭേദപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അടച്ചുപൂട്ടിച്ചിട്ട് സെബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്ന് മോശം എന്നല്ല പറയുന്നത്. ബട്ട് സെബിക്ക് ഇതിനുള്ള മാൻഡേറ്റ് ഇല്ല. IPO പ്രോസസ്സ് നന്നായിട്ട് നടത്തുക എന്നല്ലാതെ IPO പ്രോസസ്സിൻ്റെ വാല്യുവേഷനെ കുറിച്ച് സംസാരിക്കാനില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സെബി ഇതിനകത്ത് വന്നിട്ട് മാൻഡേറ്ററി ആയിട്ട് 50% ഫ്രഷ് ഇഷ്യൂ വേണം എന്നുള്ളൊരു തീരുമാനം സെബി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനു വേണ്ടി ആക്ട് ചെയ്യണം എന്നുള്ള. അതുമാത്രമല്ല ഇവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ വൺ ടൈംഡ് ആയിട്ടുള്ള ഡിഫേർഡ് ടാക്സ് ഒക്കെ വരുന്നത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോക്ക് ഇൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വാല്യുവേഷൻ ജസ്റ്റിഫിക്കേഷൻ, അതായത് DRHP അവർ കൊണ്ടുവരുമ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടീസിൽ എന്തുകൊണ്ടാണ് ഈ IPO ഇത്രയും വാല്യൂഡ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ അവർ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ മീഡിയ സ്പോൺസർഷിപ്പ്, IPOനെ ബേസ് ചെയ്തിട്ടുള്ള മീഡിയ സ്പോൺസർഷിപ്പിനും ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഗുലേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല IPO വന്നതിന് ശേഷം അതിൻ്റെ IPO പ്രൊസീഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തേക്കണേ, ആ പൈസ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആദ്യത്തെ 1 കൊല്ലം 1.5 കൊല്ലമെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്, അതായത് യൂസ് ഓഫ് ഫണ്ട്സ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കണം. ഇതെല്ലാം ചെയ്താൽ കൊള്ളാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ വരേണ്ട, അതായത് ഇതിലൊരു ചേഞ്ചസ് വരേണ്ട കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയാനുള്ളത്. ഏതായാലും സുരേഷ് സാർ, നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എസ്പെഷ്യലി ഇന്ന് മാർക്കറ്റ് നമ്മൾ സംസാരിക്കാത്ത ഒരു കാര്യം തന്നെയാണ് സംസാരിച്ചതെന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡീല് താരിഫിൻ്റെ പിന്നിൽ ഒരു കാരണമായി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ താരിഫ് വൈകുന്നതിൻ്റെ ഒരു പിന്നിൽ കാരണമായി നിന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാർക്കറ്റിൽ ഇന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ടോ? വിഷ്ണു, ഞാൻ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലെയും ഈ ആഴ്ച അവസാനത്തോടു കൂടി, അതായത് നമ്മുടെ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് വീക്കോടുകൂടി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടോ ബിസിനസ് സ്പെസിഫിക് ആയിട്ടോ സ്റ്റോക്ക് മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ടോ നമ്മൾ സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് അതിനകത്ത് ഒരു കംഫർട്ട് മാർക്കറ്റിൽ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കയറുമോ ഇറങ്ങുമോ എന്നുള്ളതല്ല, മാർക്കറ്റിൽ ഒരുപാട് വേരിയബിൾസ് ഒരുപാട് ആക്ട് ചെയ്യുമ്പോൾ സാധാരണ ഞാനിപ്പോൾ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആഴ്ച ശരിക്കും പറഞ്ഞ ഒരു വെക്കേഷന് പോയേനെ. കാരണം വെച്ചാൽ അത്രയ്ക്കും മാത്രം കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് നെഗറ്റീവ് വൈബുണ്ട്, പോസിറ്റീവ് വൈബുണ്ട്, പൊളിറ്റിക്കൽ വൈബുണ്ട്, ഇങ്ങനെ ഒരുപാട് ചലഞ്ചസും പ്രഷറും നമ്മൾ ചുറ്റും നിൽക്കും. നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ചെയ്യുന്നത്, ഇപ്പം ഞാനൊരു 30 കൊല്ലമായി, അന്നത്തെ ഗവൺമെൻറ്റും ഇന്നത്തെ ഗവൺമെൻറ്റും അന്നത്തെ പോളിസീസും ഇന്നത്തെ പോളിസീസും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പല ടൈമിലായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും മാർക്കറ്റിലും ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടിയും മറിഞ്ഞും ഉരുണ്ടും കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എത്തൂലായിരുന്നു എന്നുള്ള കാര്യം. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതെല്ലാം പഴങ്കഥകളായി മാറും. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം ഒരിക്കലും ഇനി 1 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പം എങ്ങനെയാണ് ഈ സമയം ചവിട്ടി തീർക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ നെഗറ്റീവ് വൈബ്സ് ഉൾപ്പെടുത്താതിരിക്കരുത് എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്നും ഒരു റിട്ടയർഡ് ലൈഫിൽ ഇൻവെസ്റ്റർ ആയിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ നിന്ന പോലെ ആയിരുന്നു ഞാൻ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ മാർക്കറ്റ് തുറന്നു നോക്കുക പോലുമില്ലായിരുന്നു. എൻ്റെ മണി കൺട്രോൾ ആപ്പ് എല്ലാം കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തന്നെ കിടത്തിയെന്നുള്ള ചില സമയത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി. നോട്ട് ഡൂയിങ് സംതിങ് ഈസ് പ്രോഫിറ്റബിൾ ഇൻ മാർക്കറ്റ്സ് എന്നും കൂടെയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ എന്നും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളതും അതിന് നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റും ഓബ്ലിഗേഷനും സിൻസിയറിറ്റിയും നമ്മുടെ പ്രേക്ഷകരോട് ഒരാൾക്കെങ്കിലും നമ്മളെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെയും വെളുപ്പിനും ഇപ്പോൾ US മാർക്കറ്റൊക്കെ റീഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചില സമയത്ത് 52 വയസ്സായെങ്കിൽ പോലും 3:30 മണിക്കും 4 മണിക്കും എണീറ്റിരുന്നാണ് ജെറോം പവലിൻ്റെ സ്പീച്ച് കേൾക്കുന്നത്. ഇതെല്ലാം എനിക്ക് പ്രായോഗികമാവുന്നത് ഈ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഷോയിലാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ പറയുന്ന പോലെ US ഫെഡ് റേറ്റോ ഇന്ത്യയിലെ ഇൻഫ്ലേഷനോ ഇന്ത്യയുടെ റുപ്പിയോ GDPയോ ഒന്നും ഞാൻ നോക്കില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിമ്പിൾ കാര്യമുള്ളൂ. The business that I have invested in will make more revenues and profit 5 years down the line. അതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന എല്ലാ ന്യൂസും നോയ്സ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇന്നൊരു സ്റ്റോക്കോ ഒരു ബിസിനസ്സോ മറ്റുള്ള എൻവയറൺമെൻറ്റോ പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഈ കാര്യം പറയുമെന്ന് വെച്ചാൽ ഇതൊന്നും എൻ്റെ അഭിപ്രായമില്ല. എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എൻ്റെ കോൺടാക്ട്സിലുള്ള ബോംബെയിലുള്ള മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇനി 30 കൊല്ലം ഞാനുള്ളതുകൊണ്ട് പലരെയും എനിക്കറിയാമെന്നില്ല. ഞാൻ എക്കണോമിക് ടൈംസിലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പേജ് ഇൻഡസ്ട്രീസൊക്കെ ഫീച്ചർ ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് എനിക്കൊരു വൈഡ് ആയിട്ടുള്ളൊരു എക്കോ സിസ്റ്റം തന്നെയുണ്ട്. അതിനകത്ത്
കേൾക്കുന്ന കാര്യത്തിൻ്റെ രണ്ട് വശവും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ മാർക്കറ്റിൽ ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും യൂസ് ചെയ്തോളൂ, പക്ഷേ മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽസിനെ നമ്മൾ ബാറ്റിംഗ് ആണെന്ന് വിചാരിക്കുക, ടെക്നിക്കൽസിനെ കംപ്ലീറ്റ് ബൗളിംഗ് ആണെന്ന് വിചാരിക്കുക, ഒരു ക്രിക്കറ്റ് അനലോഗിയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ ആ പിച്ചിൻ്റെ മൂവ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന നിലയ്ക്ക് നമ്മൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുന്നതിനെക്കുറിച്ച് എന്നുള്ളത് എനിക്ക് പ്രേക്ഷകൻ്റെ കംഫർട്ടും പ്രേക്ഷകൻ്റെ പൈസ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ഇനിയിപ്പോൾ അത് നമ്മൾ ഗവൺമെൻറ് എഗെയിൻസ്റ്റ് സംസാരിച്ചു, ഗവൺമെൻറ്റിന് ഫോർ സംസാരിച്ചു, നമ്മളിവിടെ രാഷ്ട്രീയത്തിനെയല്ല വന്നിരിക്കുന്നത്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അങ്ങനത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ഞാൻ ആലോചിക്കും എന്തിനാണ് ആൾക്കാർ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. കാര്യം അവിടെ അല്ല നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്നത് എൻ്റെയും വിഷ്ണുവിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഒരു പൈസ ഉണ്ടാക്കാനാണ് വരുന്നത്. ആ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. സിസ്റ്റത്തിനെ വിശ്വസിക്കാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി പ്രതിഷേധിക്കാം, നമുക്കൊരു എന്താ പറയുക കറണ്ട് അഫയേഴ്സ് ചാനലിന് മുന്നേ പോയി പ്രതിഷേധിക്കാം, അസംബ്ലി ഹാളിന് മുമ്പേ പ്രതിഷേധിക്കാം, ഈ പാർട്ടിക്കാരുടെയൊക്കെ ഓഫീസിന് ഫ്രണ്ടിൽ പോയി പ്രതിഷേധിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു അജണ്ടയാണ്. എന്താണ്? നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. ആ ഭംഗിയായിട്ട് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണെന്നുള്ളൂ, അവരുടെ പെറോഗേറ്റീവ് ആണെന്നുള്ളൂ. നമ്മൾ എന്തോ ആവട്ടെ, നമ്മുടെ കാര്യം ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, ഇതൊന്നും നിങ്ങളുടെ ആരുടെയും വിഷമമല്ല. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് പറഞ്ഞു മുന്നോട്ട് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ എടുക്കാം, ഏത് രീതിയിൽ അവോയ്ഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാലും നമുക്ക് സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ നിന്നിട്ട് ഞാൻ ഈ F-35 സുക്കോയുടെ ഡീലൊന്നും എൻ്റെ അടുത്ത് വ്ളാഡിമിർ പുടിനും ട്രംപും ഒന്നും നേരിട്ട് വിളിച്ച് പറയാൻ പാടില്ല. സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, ഡിഫൻസ് അനലിസ്റ്റുകളുടെ ഇതിൽ നിന്ന് വരുമ്പോൾ, ഗ്ലോബൽ എക്കണോമിസ്റ്റുകളുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഡിസെക്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇടുക എന്നുള്ളത് എൻ്റെ ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിഷ്ണു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒരു ഇന്ത്യയുടെ പൊസിഷൻ അറിയിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഇത്രയും ഇന്ത്യയിൽ ഡിഫൻസ് ഡീൽ വരുന്നെങ്കിൽ ഓരോ പ്രാവശ്യം ആൾക്കാർ ചോദിക്കില്ലേ ഡിഫൻസ് സ്റ്റോക്സ് എന്താണ്, ഡിഫൻസ് സ്റ്റോക്സ് എന്താണ്? ഡിഫൻസ് സ്റ്റോക്സിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്. അത് വേണമെങ്കിൽ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മുടെ എന്താണ് രാഷ്ട്രീയപരമായിട്ട് ആലോചിക്കാനൊന്നും എന്നെ കിട്ടില്ല, ഞാനിത് മൈൻഡ് ചെയ്യാനും പോണില്ല എന്നുള്ളതാണ്. ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യില്ല. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനോ സ്പോർട്സ് പേഴ്സണോ എൻ്റർടൈൻമെൻറ്റോ അല്ല, നമ്മളെല്ലാവരും ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ച് അന്യോന്യം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ എന്നെ പ്രേക്ഷകർ പഠിപ്പിച്ചിരുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർ എന്നെ എത്രയോ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അവരുടെയൊക്കെ ഓരോ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്നലെയും വീഡിയോൻ്റെ അടിയിൽ നമ്മുടെ ഒരു പ്രേക്ഷകൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ എക്കണോമിയിൽ ഇന്ത്യൻ റുപ്പിയെ പിടിച്ചു നിർത്താൻ RBIക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അത്രമാത്രം ഫോറക്സ് റിസർവ് ഉണ്ട്, അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല, അത് ബുദ്ധി, അത് ബ്രില്യൻസ്. അല്ലാണ്ട് ബാക്കി എല്ലാ രാഷ്ട്രീയവും ഇവിടെ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഈവൻ ദെൻ അത് ഞാൻ ഒരിക്കലും കുറ്റവും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ കീഴിൽ വരുന്ന എല്ലാ യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പറയുന്നത് വി റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ, വി അണ്ടർസ്റ്റാൻഡ് യു, വി ടേക്ക് യുവർ ഫീഡ്ബാക്ക്. ബട്ട് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മാറണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, അതൊരിക്കലും ചെയ്യത്തുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യങ്ങളായിരിക്കും ഈ ന്യൂസും ഈ മാർക്കറ്റും മാത്രമായിരിക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറയുന്നത്. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മൈഫിൻ ഡെസ്കിൻ്റെ റിസർച്ച് ഡെസ്ക് നിങ്ങളുടെ മുന്നിൽ രണ്ട് വശവും തുറന്നു കാട്ടുന്നു എന്നുള്ളൂ. ഏത് പാത വഴി നിങ്ങൾക്ക് ഡെസ്റ്റിനേഷന് പോവാം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഷോർട്ട് അടിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് പിടിക്കാം. ഇപ്പം ഞാൻ സ്പോട്ട്ലൈറ്റ് തന്നെ ഞാൻ ബിസിനസ് അവതരിപ്പിക്കുന്നത് ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. ഒരു ബിസിനസ്സിനെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളതിന് നിങ്ങൾക്ക് ആ ഒരു ട്രെയ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യാനുള്ള. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റസ് റെസ്പെക്ട് ഈച്ച് അതർ ടു ഡിസഗ്രി. നമുക്ക് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമുണ്ട്, നമ്മൾ രണ്ടുപേരും പല രീതിയിൽ വന്നതാണ്, അങ്ങനത്തെയൊക്കെ പലരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തോടു കൂടി നമുക്ക് നന്നായി നിങ്ങൾക്കറിയാവുന്ന ആർട്ടിക്കിൾ എനിക്ക് നമ്മൾ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും അത് വായിച്ച് അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിരിക്കണം നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ്. അല്ലാണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ അംബിഷൻസും പൊളിറ്റിക്കൽ കമ്പൽഷൻസും അതിനുള്ള സ്പേസേ ഇവിടെ ഇല്ല. ഞാൻ പോലും അത് കാണാനായിട്ട് ഒരിക്കലും CNBC കയറാറില്ല, അല്ലെങ്കിൽ ET Now കയറാറില്ല, NDTV പ്രോഫിറ്റ് കയറാറില്ല, ബ്ലൂംബർഗ് കാണാറില്ല, ഫോക്സ് ബിസിനസ് കാണാറില്ല.
ഞാനത് കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് നാഷണലി തന്നെ ഉണ്ട്. ഇന്ത്യ ടുഡേ ഉണ്ട്, CNN ന്യൂസ് ഉണ്ട്, പിന്നെ ഹെഡ്ലൈൻസ് ടുഡേ ഉണ്ട്, മനോരമയുണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, 24 ഉണ്ട്, റിപ്പോർട്ടർ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് നമ്മുടെ അഭിപ്രായം ഇടാന്നുള്ള. ഇവിടെ നമ്മളൊരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ പിച്ച് എന്താണെന്ന് മാത്രമേ നിങ്ങൾ പഠിപ്പിച്ചിരുന്നുള്ളൂ. ബാറ്റിംഗ് വേണോ ബോളിംഗ് വേണോ എന്ന് നിശ്ചയിക്കേണ്ടത് ഒരു ഇൻവെസ്റ്റർ തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 2 ദിവസം കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റോക്കോ ഒരു ബിസിനസ്സോ നിങ്ങളോട് പറയാത്തത്. നിങ്ങളടുത്ത് എൻവയറോൺമെന്റ് മനസ്സിലാക്കി തരാം, അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ള ഒരു ഓബ്ലിഗേഷൻ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെ, മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു, ഓവർ ടു യു. എന്തായാലും സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ എടുക്കാം. ഇന്ത്യ ഡിഫൻസ് സംസാരിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ ഡിഫൻസ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യാതെ മുന്നോട്ട് ഒരിക്കലും പോകാൻ സാധിക്കുന്നതല്ല. ഏതായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളുക എന്ന് ഒരു അപേക്ഷയാണ്. ഏതായാലും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ അടുത്ത മണിക്കൂർ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening Hours with MyFin.